അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ ഈ ലോകത്ത് സമാധാനം സ്ഥാപിക്കാനായി ഈ കാലഘട്ടത്തിൽ ദൈവം തമ്പുരാൻ നിയോഗിച്ച രണ്ട് പുണ്യപുരുഷന്മാർ നെതന്യാഹുവും ഡൊണാൾഡ് ട്രംപും അവര് ഇറാൻ ജനതയെ മോചിപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇറാൻ എന്ന് പറയുന്ന ഒരു രാജ്യത്ത് വലിയ ഒരു ജനത ഇങ്ങനെ വീർപ്പ് മുട്ടി സ്വാതന്ത്ര്യമില്ലാതെ, ആവിഷ്കാര സ്വാതന്ത്ര്യമില്ലാതെ, വിശ്വാസ സ്വാതന്ത്ര്യമില്ലാതെ, തല തുറന്നിടാനുള്ള അവകാശമില്ലാതെ, ഇങ്ങനെ എല്ലാം കൊണ്ടും ഞെരുങ്ങി നരകത്തിലെന്ന വണ്ണം ഈ 6-ാം നൂറ്റാണ്ടിലെ എങ്ങാണ്ട് ചില മൂല്യങ്ങൾക്ക്, ചില സങ്കല്പങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നു എന്ന് കേട്ട അന്ന് മുതൽ ഈ രണ്ട് മഹാന്മാർക്കും ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല. ഇവരെങ്ങനെ മോചിപ്പിക്കും എന്നുള്ളതായിരുന്നു ഊണിലും ഉറക്കിലും ഈ രണ്ട് വിമോചകർ, ഈ രക്ഷകർ ചിന്തിച്ചു കൊണ്ടിരുന്നത്. അവസാനം അവർക്ക് മാത്രമല്ല, മൊത്തം ലോകത്തിന് തന്നെ സമാധാനവും ശാന്തിയും അനുഭവവേദ്യമാകുന്ന തരത്തിൽ ആ ജനതയെ ശാശ്വതമായിട്ട് ഇവർ രണ്ടുപേരും കൂടി മോചിപ്പിച്ചതിലുള്ള നമ്മുടെ നന്ദിയും കടപ്പാടും നമ്മൾ ആദ്യമായിട്ട് പ്രകടിപ്പിക്കേണ്ടതുണ്ട്. ഇത് കൊണ്ടുള്ള നേട്ടം, അതായത് ഇവര് ഈ ലോകത്ത് വിതരണം തുടങ്ങിയ ആ സ്വാതന്ത്ര്യവും വിമോചനവും ആ പരമമായ ആനന്ദത്തിന്റെ അവസ്ഥയും സമൃദ്ധിയും സുഭിക്ഷതയും അത് ഇറാനിൽ മാത്രമല്ല ഒതുങ്ങാൻ പോകുന്നത്. അത് ലോകം മുഴുവൻ അതിൻ്റെ ഗുണഫലങ്ങൾ കിട്ടാൻ പോവുകയാണ്. നമ്മുടെ കേരളീയരും അതിൻ്റെ ഗുണഭോക്താക്കളാവാൻ പോവുകയാണ് ഏതാനും ദിവസങ്ങൾക്കകം. നമ്മുടെ കേരളം ഏതാണ്ട് മാവേലി ഭരിച്ചിരുന്ന കാലത്ത് അനുഭവിച്ചിരുന്നത് പോലെയുള്ള ആ ഒരു ക്ഷേമവും ഐശ്വര്യവും ആ ഒരു സുഭിക്ഷതയും സമൃദ്ധിയും അങ്ങ് അനുഭവിക്കാൻ തുടങ്ങാൻ പോവുകയാണ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ. ഇതിനെല്ലാം നമ്മുടെ കടപ്പാട് ഈ പറഞ്ഞ നെതന്യാഹു സാറിനോടും ബുഷ് നമ്മുടെ ഡൊണാൾഡ് ട്രംപ് സാറിനോടുമാണ്. കഴിഞ്ഞ കേന്ദ്ര ബജറ്റില് കേരളത്തിന് അർഹമായ വിഹിതം കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് ചില മണ്ണുണ്ണികൾ ഇവിടെ കിടന്ന് കരഞ്ഞു. കേന്ദ്ര ബജറ്റില് കേരളത്തിന് എന്തിനാ വിഹിതം? അടിമുടി ക്ഷേമ സൗഭാഗ്യങ്ങൾ ഈ ആഗോള വിമോചനത്തിന്റെ ഭാഗമായിട്ട് കിട്ടുമ്പോൾ കേരളീയരും കൂടി ആ കൂട്ടത്തിൽ രക്ഷപ്പെട്ടു പോകും. നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് കിണർ കുഴിക്കാൻ പോവുകയാണെങ്കിൽ പിന്നെ അവിടെ പുല്ല് പറിച്ചുകൊണ്ട് നിൽക്കേണ്ട കാര്യമില്ല. കിണറങ്ങ് കുഴിച്ചാൽ കൂട്ടത്തിൽ പുല്ല് കുഞ്ഞു പോന്നോളൂ. അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ ഭരണാധികാരി ഈ സമാധാന പ്രക്രിയയുടെ വെഞ്ചരിപ്പിന് വേണ്ടിയിട്ട് അങ്ങ് ഇസ്രായേലിലെ യുദ്ധം തുടങ്ങുന്നതിന്റെ തലേന്ന് അവിടെ പോയി പങ്കെടുത്ത് എല്ലാ ആശീർവാദങ്ങളും അർപ്പിച്ചു. അതുപോലെ ചില മൊണ്ണകൾ ഇവിടെ കിടന്ന് എയിംസ് സുരേഷ് ഗോപി എയിംസ് കൊണ്ടുവന്നില്ല എന്നും പറഞ്ഞ് ഇവിടെ കിടന്ന് മോങ്ങണ്ടായിരുന്നു. ഇനി എന്തിനാ നമുക്ക് എയിംസ്? നമുക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ഈ ആഗോള ക്ഷേമ പ്രവാഹത്തിൽ നമുക്ക് കിട്ടാൻ പോവാണ്. ആ കൂട്ടത്തില് നമ്മുടെ ചില സലഫികളെ അവരിവിടെ കിടന്ന് പറയാണ്, ഇറാൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് ജാറങ്ങളുള്ള, മക്ബറകളുള്ള, ഒരുപാട് മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കലുള്ള സിയാറത്ത് കേന്ദ്രങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അവിടെ ആകെ ശിർക്കാണ്. ആ ശിർക്ക് ചെയ്യുന്ന ആളുകള് ഈ കെടുതി അവർക്ക് വിമോചനം കിട്ടാൻ പാടില്ല. അവർക്ക് ഈ വിമോചനം കിട്ടാൻ പാടില്ല. ഈ നെതന്യാഹുവും അതുപോലെ ട്രംപും കൊടുത്ത ഈ സ്വാതന്ത്ര്യം നുകരാൻ അവർക്ക് അവകാശമില്ല എന്നൊക്കെ ചില സലഫികൾ ഇവിടെ കിടന്ന് പറയണ്ടേ. എൻ്റെ പൊന്ന് സലഫികൾ, അത് പതുക്കെ പറ. അവിടെ ഒരുപാട് എണ്ണം പറഞ്ഞ ദർഗകളും മക്ബറകളും ജാറങ്ങളും ഒക്കെ ഉണ്ടെന്ന് ഇവിടെയുള്ള സുന്നികൾ കേട്ടാൽ പിന്നെ ഇവരെല്ലാം കൂടി അങ്ങോട്ട് കെട്ടിയെടുക്കും. പിന്നെ ഇവിടെയുള്ള ജാറങ്ങളൊക്കെ പട്ടിണിയാവും.
അപ്പൊ അതിന്റെ ഇടയ്ക്ക് നിങ്ങൾ ഈ ഓണത്തിനിടയ്ക്ക് പൂട്ടുകച്ചവടം എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ ഇവിടുത്തെ പ്രാദേശിക മക്ബറകളെ പട്ടിണിയിലാക്കിയിട്ട് ബഹുരാഷ്ട്ര കുത്തകകളുടെ ജാറങ്ങളിലേക്ക് കച്ചവടം ഉണ്ടാക്കി കൊടുക്കുന്ന പണി നിങ്ങൾ ചെയ്യരുത്. ഈ ഇറാൻ ഇസ്രായേൽ യുദ്ധം തുടങ്ങിയതിന് ശേഷം ഈ തർക്കങ്ങളിൽ മാത്രം എപ്പോഴും അഭിരമിച്ച് ശീലിച്ച സുന്നികളും മുജാഹിദുകളും തമ്മിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പല വാദപ്രതിവാദങ്ങളും ഇതുപോലെ രസകരമാണ്. ഒരു സുന്നി സലഫീനോട് പറയുകയാണേ, അല്ലയോ സലഫികളെ, നിങ്ങളുടെ വാദപ്രകാരം മൗലൂദ് കഴിക്കലും മാത്രമല്ല, മൗലൂദിന്റെ കിതാബ് ഒരു മുജാഹിദിന്റെ ബുക്ക് സ്റ്റാളിൽ വാങ്ങിച്ചു വെച്ച് വിറ്റാലും അത് ശിർക്കാണ്, പാടില്ലാത്തതാണ് എന്നാണല്ലോ നിങ്ങൾ പറയണത്. അതേ ന്യായപ്രകാരം ഇറാനെ ആക്രമിച്ചില്ലെങ്കിലും ഇറാനെ ആക്രമിക്കുവാൻ വേണ്ടി അമേരിക്കക്ക് തങ്ങളുടെ രാജ്യത്ത് അറബ് രാജ്യങ്ങൾ, ഗൾഫ് രാജ്യങ്ങൾ സൈനിക താവളങ്ങൾ അനുവദിച്ചതും തെറ്റ് തന്നെയാണ്. അത് മൗലൂദ് കഴിച്ചില്ലെങ്കിലും മൗലൂദ് കിതാബ് വിറ്റ് കാശുണ്ടാക്കുന്നത് പോലെയുള്ള ഏർപ്പാടാണ് എന്ന് ഒരു സലഫീനോട് ഒരു മുജാഹിദ് ഈ യുദ്ധ വിശകലനം നടത്തുന്നതിന്റെ ഇടയ്ക്ക് പറഞ്ഞതും ഈ കൂട്ടത്തില് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അങ്ങനെ വളരെ ബഹുതല സ്പർശിയായ ഉദാഹരണങ്ങളിലൂടെ വിശകലനങ്ങളിലൂടെ ഈ ലോക സമാധാന യജ്ഞങ്ങളെ കുറിച്ചുള്ള നെതന്യാഹുവിന്റെയും ഡൊണാൾഡ് ട്രംപിന്റെയും ഈ ലോക സമാധാനം ലോകത്തെമ്പാടും വ്യാപിപ്പിക്കുന്നതിനുള്ള, വിതരണം ചെയ്യുന്നതിനുള്ള ഈ യജ്ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ആ മഹാന്മാരോടൊപ്പം ഈ ശ്രമത്തിന് കൂട്ടായിട്ട് നിൽക്കണം എന്നാണ് ഇത്തരുണത്തിൽ പറയാനുള്ളത്.